എൻ്റെ അമ്മേ, പനയിൽ നിന്ന് കുന്തമൂരാൻ പറ്റുന്നില്ല. വേഗം ഫയർഫോഴ്സിനെ വിളിക്ക്. വിശപ്പ് കൊണ്ട് എൻ്റെ വയറ് കത്തുകയാ. ഫയർഫോഴ്സിനോട് അത് വന്ന് കിടത്താൻ പറ. വിശപ്പോ? പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊരു ചൊല്ലുണ്ടല്ലോ. പയ്യെ തിന്നോ, പനയല്ലേ അരിയിൽ. ഈ നേരം ഡിറ്റക്റ്റീവ് ജമ്പന്റെ റൂമിൽ ഗംഭീര ഫോണടി. അസിസ്റ്റന്റ്, ഉറങ്ങിയത് മതി, ഫോൺ എടുക്ക്. ടെക്സാസിൽ നിന്ന് ഇവിടെ വരെ ഒരു യാത്ര ചെയ്ത് നോക്കണം, അപ്പോഴറിയാം യാത്രാക്ഷീണം. പകലൊന്നുറങ്ങി ക്ഷീണം തീർക്കാമെന്ന് വെച്ചാൽ സമ്മതിക്കില്ല. തുമ്പൻ, നിന്നോടാ പറഞ്ഞത് ഫോൺ എടുക്കാൻ. മറ്റെന്തും ഞാൻ സഹിക്കും, അനുസരണക്കേട് മാത്രം സഹിക്കില്ല. ആഗോളമാന്ദ്യം മൂലം അസിസ്റ്റന്റുമാരെ സകല ഡിറ്റക്റ്റീവ്സും പിരിച്ചു വിട്ടോണ്ടിരിക്കുകയാണെന്ന കാര്യം മറക്കരുത്. യു ആർ ഡിസ്മിസ്ഡ്. വാട്ട്? ഹൂ ആർ യു? ആരാപ്പ നീ? സാർ, മൈ നെയിം ഈസ് സൂത്രൻ. സാറിൻ്റെ അസിസ്റ്റന്റ് തുമ്പൻ സാറ് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പകരം കുറേ നാളിവിടെ വർക്ക് ചെയ്യാൻ വന്നതാ. സാറ് ദിവസവും രാവിലെ വയറു നിറയെ കോഴി വാങ്ങിത്തരും, അത് തിന്നുന്നതാ ഏക ജോലിയെന്ന് തുമ്പൻ സാറ് പറഞ്ഞിരുന്നു. അയ്യോ സൂത്ര, എൻ്റെ തലയ്ക്ക് വല്ലാത്ത കനം, കണ്ണും കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പേരെന്താന്നാടോ? ഡിങ്കി ഫർ? പേടിക്കേണ്ട സാറേ, എൻ്റെ ഫ്രണ്ട് ഒരു പേടിത്തൊണ്ടൻ കടുവയാ, പേര് ഷേരു. സാറിൻ്റെ കട്ടിലിൻ്റെ കീഴെ ഇന്നലെ കിടന്നുറങ്ങിയ കാര്യം ഓർക്കാതെ അവൻ രാവിലെ എഴുന്നേറ്റതാ. എടോ ഷേരു, കട്ടിൽ താഴെ വെക്കടോ തലയിൽ നിന്ന്. ഇൻഡിസിപ്ലിൻ. എവിടെ തുമ്പൻ? ഇത് ഞാൻ സമ്മതിക്കില്ല. മോട്ടോർ ബൈക്കിനെ ലക്ഷ്യമാക്കിയുള്ള ജമ്പന്റെ പതിവ് കുതിച്ചുചാട്ടം. ജമ്പൻ ചാടിയെടുത്ത് പതിവ് പോലെ ബൈക്ക് ഉണ്ടായിരുന്നില്ല. പകരം ഒരു കുറിപ്പ്. നട്ടെല്ലിന്റെ നട്ടുപൊട്ടി. ഡിയർ ബോസ്, എനിക്ക് പകരം ഞാൻ 2 അസിസ്റ്റന്റുമാരെ ബോസിന് തന്നിരിക്കുന്നു, സൂത്രൻ ആൻഡ് ഷേരു. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാ. എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ. ബൈക്ക് ഞാൻ കൊണ്ടുപോകുന്നു, ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വയ്ക്കാം. വെച്ചേക്കില്ല ഞാൻ. എന്റെ അനുവാദമില്ലാതെ എന്റെ ബൈക്ക് എടുക്കുകയോ? തുമ്പ, വേർ ആർ യു? ഈ നേരം രാജുവും രാധയും നടക്കാനിറങ്ങിയപ്പോൾ, ഹായ്, എന്തു നല്ല മോട്ടോർ സൈക്കിൾ. എനിക്ക് അതിലൊന്ന് കയറാൻ കൊതിയാവുന്നു. എനിക്കും. ഹായ്, നമുക്ക് ഇതൊന്ന് മായാവിയെ കാട്ടിക്കൊടുത്താലോ? പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് ബൈക്ക് ആകാശത്തേക്ക് കുതിച്ചു. അയ്യോ, എനിക്ക് പേടിയാകുന്നു. എങ്ങനെ മായാവിയെ കാണണം? അയ്യോ പ്ലീസ്, ഒരു ലിഫ്റ്റ് തരാമോ? ഞങ്ങളുടെ വാഹനം ഈ പനയിൽ ബ്രേക്ക് ഡൗൺ ആയി. നമ്മൾ വിചാരിച്ചതേ ഉള്ളൂ, ദാ മായാവിയുടെ അടുത്തെത്തി. ഓ ഹ്രീം കുട്ടിച്ചാത്ത എന്ന് പറയേണ്ടി വന്നില്ല. പുട്ടാലുവിൻ്റെ പൊട്ടും ബൈക്കിലാണോ നിങ്ങൾ കയറിയിരിക്കുന്നത്? നല്ല രസമുള്ള ബൈക്ക്, മനസ്സിൽ വിചാരിക്കുന്നിടത്ത് നിമിഷം കൊണ്ടെത്തും. അതെ, പുട്ടാലുവിൻ്റെ മന്ത്രം കൊണ്ടുണ്ടാക്കിയ വണ്ടിയാ. അവൻ്റെ മുമ്പിൽ പെട്ടാൽ നിമിഷം കൊണ്ട് പൊട്ടിത്തെറിപ്പിക്കാൻ കഴിയും. വേഗം താഴെ ഇറങ്ങ്. അയ്യോ നേരോ, മായാവിയെ കണ്ടത് നന്നായി. പിന്നെ കാണാം, എന്താ പുട്ടാലുവിൻ്റെ പരിപാടിയെന്ന് നോക്കട്ടെ. അല്പം കഴിഞ്ഞ് ആ വഴി വന്ന വിക്രമനും മുത്തുവും. അല്ല വിക്രമ, അതൊരു ബൈക്കല്ലേ, അടിച്ചു മാറ്റിയാലോ? കറക്റ്റ്, വാഹനമോഷണത്തിലൂടെ ധനവാനാകുമെന്ന് എൻ്റെ ജാതകത്തിലുണ്ട്. ഇരുവരും ബൈക്കിനരികിൽ. മുത്തോ, നിനക്കിത് സ്റ്റാർട്ടാക്കാൻ അറിയാമോ? ഒന്ന് പതുക്കെ പറയടാ വിക്രമ, വല്ലവരും കേട്ടാൽ നമ്മൾ വാഹനമോഷ്ടാക്കളാണെന്ന് അവർക്ക് തോന്നും. കള്ളന്മാരാണെന്ന് മനസ്സിലായി എന്നു മാത്രമല്ല, ബുദ്ധിയില്ലാത്ത 2 മണ്ടന്മാരാണെന്നും മനസ്സിലായി. നിങ്ങളിങ്ങനെ ബൈക്ക് മോഷ്ടിച്ച് നടന്നിട്ട് എന്ത് കിട്ടാനാ? ബൈക്കിൻ്റെ ഉടമസ്ഥൻ എന്നെ മനസ്സിലായില്ല അല്ലേ? എൻ്റെ പേര് മുഞ്ചാസൻ, ഞാനങ്ങ് ഗ്ലിറ്റോറിക്കയിൽ നിന്നും വരികയാ. സോറി, സാറിൻ്റെയാണ് ഈ ബൈക്കെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. നോ പ്രോബ്ലം, നിങ്ങൾ എടുത്തോളൂ. ഗ്ലിറ്റോറിക്കയിൽ നിന്ന് പോന്നപ്പോൾ അവർ ഫ്രീ ആയി തന്നതാ. ബൈക്ക് ഫ്രീ ആയി തന്നോ? എവിടാ ഈ ഗ്ലിറ്റോറിക്ക? അത് പരമരഹസ്യമാ, നിങ്ങളോടായതുകൊണ്ട് പറയാം. ഞാനത് സ്വന്തമായി കണ്ടെത്തിയ രാജ്യമാ. ഒരിക്കൽ ഞാൻ അന്റാർട്ടിക്കയിൽ നിന്നും ഒരു ഡോൾഫിൻ്റെ പുറത്തു കയറി മടങ്ങുകയായിരുന്നു. കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ അകലെ സൂര്യൻ ഉദിച്ചു നിൽക്കും പോലെ ഒരു തിളക്കം. ഡോൾഫിനെ അങ്ങോട്ട് തിരിച്ചു വിട്ടു. അപ്പോഴല്ലേ മനസ്സിലായത്, ഗ്ലിറ്റോറിക്കയിലെ കല്ലിൻ്റെയും മണ്ണിൻ്റെയും തിളക്കമാ. മുഴുവൻ തനി തങ്കമല്ലേ. തങ്കമോ? സ്വർണ്ണക്കല്ലും മണ്ണുള്ള രാജ്യമോ? സാറേ, ഞങ്ങളെ ഒന്ന് കാട്ടിത്തരാമോ ആ സ്ഥലം? 2 കല്ല് പെറുക്കിയെടുത്ത് ഞങ്ങൾ രക്ഷപ്പെട്ടോട്ടെ പ്ലീസ്. എന്തിന് രണ്ടാക്കുന്നു? ഒരു കപ്പിൾ നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2 ലോറി ലോഡ് തരാം. ലോറി ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ.
2 ലോറി നിറയെ സ്വർണമോ? സർ സത്യം പറയുകയാണോ? പിന്നെ മുഞ്ചാസൻ കള്ളം പറയുമോ? ആ ബൈക്കിൽ പോയി നമുക്ക് ലോറി വിളിക്കാമെടാ വിക്രമ. എൻ്റെ അമ്മേ, ഇതെന്താ ആകാശത്തു കൂടി പോകുന്ന ബൈക്കോ? വിക്രമനും മുത്തുവുമല്ലേ ആ ബൈക്കിൽ പോകുന്നത്? ഒരു പണി ഒപ്പിക്കാം. ഓം ഹ്രീം ഈ ചിത്രം ബൈക്കിലൊട്ടിപ്പോ. അമ്മേ, ഈ കാലൻ പോലീസിന്റെ ആയിരുന്നോ ഈ ബൈക്ക്? തീർന്നു. ഓർത്തിട്ട് പേടിയാകുന്നു. നമ്മളെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴി ഇയാളുടെ കയ്യിൽ നിന്നല്ലേ നമ്മൾ ചാടിപ്പോകുന്നത്. എൻ്റെ അമ്മേ, ഈ കാലമാടൻ്റെ കയ്യിലെങ്ങാനും നമ്മളെ കിട്ടിയാലത്തെ കഥയൊന്ന് ഓർത്തു നോക്കിക്കേ.